തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളിൽ ഒരാൾ, പരിചയമുള്ളവർക്ക് ഏറെ പ്രിയങ്കരനായ തിരുമല അനിൽ എന്ന കെ അനിൽകുമാർ. ഏറെ ഞെട്ടലോടെയാണ് തിരുമല ബി.ജെ.പി കൗൺസിലർ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത തലസ്ഥാനം കേട്ടത്. രാവിലെ 8:30-ഓടെ അനിൽകുമാറിനെ തന്റെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ട പാർട്ടി പ്രവർത്തകർ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സൊസൈറ്റി എന്ന സ്ഥാപനം സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു. 6 കോടി രൂപയോളം നിക്ഷേപമുണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്നും വായ്പയെടുത്തവർ തിരിച്ചടവ് മുടക്കിയതോടെ സ്ഥിര നിക്ഷേപം നടത്തിയവർക്ക് പണം തിരികെ നൽകാൻ സാധിച്ചില്ല. ഇത് തനിക്കേറെ മനോവിഷമമുണ്ടാക്കുന്നതായി അനിൽകുമാർ പറഞ്ഞിരുന്നു. ബി.ജെ.പി നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതാണ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പ്. ഞാൻ എല്ലാവരെയും സഹായിച്ചു. പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു. സഹായിച്ച എല്ലാവർക്കും നന്ദി. 6 കോടിയോളം ബാധ്യതയുണ്ട്. 11 കോടിയുടെ ആസ്തിയുണ്ട്. അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണം. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത് എന്നിങ്ങനെയാണ് ആ കുറിപ്പിലെ വരികൾ. ഇതിനിടെ ആത്മഹത്യാ വിവരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർക്കും ക്യാമറാമാനും അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടന്നു. ഒരാളുടെ ഡെഡ് ബോഡിയോടെ കിടക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു മനുഷ്യത്വപരമായ സമീപനം എടുക്കും. തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കുള്ളിൽ രോക്ഷം പുകയുകയാണ്. നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.